ഇസ്രായേലിലേക്ക് കഴിഞ്ഞ ദിവസം വരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ച് മുമ്പ് പല വീഡിയോയിലും ഞാൻ സംസാരിച്ചിരുന്നു. കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി പരിശോധിച്ചു വരുമ്പോൾ ഇറാന്റെ യുദ്ധ സ്ട്രാറ്റജികൾ എന്നുള്ളത് വെൽ പ്ലാൻഡ് ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം യുദ്ധം ആദ്യം ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചുകൊണ്ട് പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തിയതിനു ശേഷം തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ തിരിച്ചടി തുടങ്ങുകയാണ്. ഇതാണ് ഇതിന്റെ തുടക്കം എന്നുള്ളത്. പക്ഷെ സ്വാഭാവികമായിട്ടും ആളുകൾ പ്രതീക്ഷിക്കുക ഇസ്രായേലിനെതിരെയുള്ള തിരിച്ചടിയായിരിക്കും. പക്ഷെ ഇറാൻ തിരിച്ചടിച്ചത് മുഴുവൻ അറബ് രാജ്യങ്ങളെയുമാണ്. അതിൽ ഖത്തറും കുവൈത്തും UAEയും ബഹ്റൈനും ജോർദാനും ഇറാഖും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ അറബ് രാജ്യങ്ങളിലുള്ള ഇവരുടെ പാട്രിയറ്റ് താഡ് ആൻഡോം മിസൈൽ സംവിധാനങ്ങളെ നശിപ്പിച്ചിരിക്കുകയാണ് ഇറാൻ. ഏറ്റവും പ്രധാനമായിട്ട് എവിടെയാണ്? അത് ജോർദാനിലുള്ള അവരുടെ പ്രതിരോധ സംവിധാനം, ഖത്തറിലുള്ള പ്രതിരോധ സംവിധാനം, ഈ രണ്ട് രാജ്യത്ത് UAEയിലും ഈ മൂന്ന് രാജ്യത്തെ പ്രതിരോധ സംവിധാനങ്ങളാണ് ഇറാൻ തകർത്തിരിക്കുന്നത്. മില്യൺ കണക്കിന് ഡോളറിന്റെ നഷ്ടമാണ് യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് യുദ്ധം മൂലം ഉണ്ടായിരിക്കുന്നത്, ഈ ഇറാനിയൻ ആക്രമണത്തിന്റെ നഷ്ടം എന്നുള്ളത്. ഇനി ഈ പ്രതിരോധ സംവിധാനങ്ങൾ പുനർനിർമ്മിക്കാനുള്ള സമയവും അതിന്റെ കാലഘട്ടവും ഒക്കെ ഇനിയും ഒരുപാട് സമയം എടുക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം എന്താണ് സംഭവിക്കുന്നത്? കഴിഞ്ഞ ദിവസം തെക്ക് ലെബനനിൽ നിന്നും ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടാവുകയാണ്. നേരത്തെ നേരത്തെ തുഫാനുൽ അക്സ തുടങ്ങിയതിനു ശേഷം ഹമാസുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളിൽ ഹിസ്ബുള്ള ഇടപെടുകയും ഹിസ്ബുള്ള ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ ഹിസ്ബുള്ളയുടെ ഒരു 50 റോക്കറ്റുകളെ അയച്ചാൽ അതിൽ കേവലം 2, 3, 4 റോക്കറ്റുകളാണ് ഇസ്രായേലിൽ ലക്ഷ്യം നേടാറുള്ളത്, ഇസ്രായേലിൽ പതിക്കാറുള്ളത്. ബാക്കിയൊക്കെ ആൻഡോം സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അവർ തകർക്കും. പക്ഷെ ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? ഹിസ്ബുള്ള 10 റോക്കറ്റ് അയച്ചാൽ അത് 6ഉം ലക്ഷ്യസ്ഥാനം നേടുന്നു എന്നുള്ള ഒരു അവസ്ഥയാണുള്ളത്. ഹിസ്ബുള്ളയ്ക്ക് കഴിഞ്ഞ യുദ്ധത്തിന് ശേഷം വലിയ ക്ഷീണം ഉണ്ടായിട്ടുണ്ട്, തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെ ശരിയാണ്. പക്ഷെ ഇപ്പോഴും അവർ കാര്യക്ഷമമായി വർക്ക് ചെയ്യുന്നു. ഇപ്പോഴുള്ള ഒരു പ്രത്യേകത എന്നുള്ളത് ഇറാനിയൻ ആക്രമണത്തോടൊപ്പം തന്നെ ഈ പ്രതിരോധ സംവിധാനങ്ങളിൽ വന്നിട്ടുള്ള പിഴവ് എന്നുള്ളത് ഹിസ്ബുള്ളയ്ക്കും കൂടുതൽ ലക്ഷ്യം നേടാൻ എളുപ്പമായിരിക്കുന്നു. ഹിസ്ബുള്ളയുടെ ആക്രമണം 300 കിലോമീറ്റർ അല്ലെങ്കിൽ 500 കിലോമീറ്റർ ചുറ്റളവിൽ നിന്നാണ്. അതായത് അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലത്തു നിന്ന് തെക്കൻ ലെബനനിൽ നിന്നുമാണ് ഹിസ്ബുള്ളയുടെ ആക്രമണം. അവരുടെ റോക്കറ്റിന്റെ വീര്യം എന്നുള്ളത് 300 മുതൽ 500 കിലോമീറ്റർ വരെയാണ് അതിന്റെ പരിധി എന്നുള്ളത്. ആ പ്രദേശത്ത് നിന്ന് ആക്രമിക്കുന്ന വീര്യം കുറഞ്ഞ റോക്കറ്റുകളെ പോലും ഇപ്പോൾ ഇസ്രായേലിന് പലപ്പോഴും തടയാൻ കഴിയുന്നില്ല. അപ്പോൾ അവിടെ പതിക്കുന്ന ആക്രമണത്തിന്റെ പരിധി എന്നുള്ളത് അത് വർദ്ധിച്ചിരിക്കുകയാണ്. ഇതാണ് ഒരു വസ്തുത എന്നുള്ളത്. അപ്പോൾ ഇറാൻ ഇതിൽ സ്ട്രാറ്റജിക് ആയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഈ അറബ് രാജ്യങ്ങളിൽ നിന്നും ഇസ്രായേലിനെ ഇൻഫർമേഷൻ നൽകുന്നത്, ഈ ഇറാനിൽ നിന്നും ഒരു മിസൈൽ തൊടുത്താൽ അത് ഇസ്രായേലിലേക്ക് എത്തണമെങ്കിൽ 10-12 മിനിറ്റ് സമയമെടുക്കും. ഈ സമയത്തിനുള്ളിൽ ഇവിടുത്തെ റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച്, അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അത് കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. മിഡിൽ ഈസ്റ്റിലുള്ള ഈ ഖത്തറും UAEയും അല്ലെങ്കിൽ ബഹ്റൈനും ജോർദാനിലുമൊക്കെയുള്ള ഈ പ്രതിരോധ സംവിധാനങ്ങൾ, റഡാർ സിസ്റ്റം ഉപയോഗിച്ച് ഇസ്രായേലിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നത് അമേരിക്കയുടെ പദ്ധതിയാണ്. അതാണ് അമേരിക്കയുടെ പദ്ധതി എന്നുള്ളത്. അങ്ങനെ ഈ വിവരം ഇസ്രായേലിലേക്ക് ലഭിക്കുന്ന മുറയ്ക്ക് അവിടെ അൽറാമുകൾ അടിക്കാൻ തുടങ്ങുന്നു. ആളുകൾ ബങ്കറുകളിലേക്ക് അഭയം തേടി മാറുന്നു. ഒരു സമയമുണ്ട്, അതിനൊരു പരിധിയുണ്ട്. പക്ഷെ ഇപ്പോഴും നടക്കുന്ന ആക്രമണങ്ങൾ എന്നുള്ളത്, കഴിഞ്ഞ ദിവസം നടത്തുന്ന ആക്രമണങ്ങൾ എന്നുള്ളത് കേവലം 2 മിനിറ്റും 3 മിനിറ്റും കൊണ്ട് ഈ മിസൈലുകൾ അവിടെ എത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ മിസൈലുകൾ എത്തിയാൽ അതിനെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ മാത്രമുള്ള ഒരു സമയമാണ് ലഭിക്കുന്നത്. ആളുകൾക്ക് വിവരം നൽകാനോ മറ്റുള്ള കാര്യങ്ങളിലേക്കോ പലപ്പോഴും കഴിയാത്ത ഒരവസ്ഥയുണ്ട്. വലിയ നാശനഷ്ടങ്ങളാണ് ഇസ്രായേലിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ആയിരക്കണക്കിന് ആളുകൾക്ക് അവിടെ പരിക്കേൽക്കാനുണ്ടായ സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഈ ഇറാനിയൻ സ്ട്രാറ്റജി എന്നുള്ള ഈ ആദ്യം പറഞ്ഞ കാര്യം, ഈ അറബ് രാജ്യങ്ങളിലെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുക എന്നുള്ളത്. അപ്പോൾ ഈ അറബ് രാജ്യങ്ങളിലെ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? അവർ അറബ് രാജ്യങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്രായേലിന് മാത്രം പ്രതിരോധം ഒരുക്കേണ്ട ഒരു സാഹചര്യം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നു. അമേരിക്ക മുൻഗണന കൊടുക്കുന്നത് ഇസ്രായേലിന് തന്നെയാണ്, അല്ലാതെ ഈ അറബ് രാജ്യങ്ങൾക്കല്ല. അപ്പൊ അങ്ങനെ അമേരിക്ക ഈ അറബ് രാജ്യങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്രായേലിനെ മാത്രം കേന്ദ്രീകരിച്ച് അവരുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അറബ് രാജ്യങ്ങൾ യഥാർത്ഥത്തിൽ ഒറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് അറബ് രാജ്യങ്ങളിൽ കൂടുതൽ ഹിറ്റുകൾ ഉണ്ടാകുന്നു, കൂടുതൽ
മിസൈലുകളോ അല്ലെങ്കിൽ ഡ്രോണുകളോ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണങ്ങൾ കൂടുതലായി ലക്ഷ്യം നേടുന്നുണ്ട്. ഇത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുക എന്ന കാര്യമാണ്. ഇനി ഈ പ്രതിരോധ സംവിധാനങ്ങൾ ഇനി ഇസ്രായേൽ എന്താണ് ചെയ്യുക? ഇസ്രായേലിന് കൂടുതൽ ഈ അയൺ ഡോമോ അല്ലെങ്കിൽ പാട്രിയട്ടോ താഡോ ഉപയോഗിച്ചുകൊണ്ട് ഈ മിസൈലുകളെ നിർവീര്യമാക്കുക എന്നുള്ളത് വലിയ ചെലവേറിയ കാര്യമാണ്. ഓരോ ദിവസവും $1 ബില്യൺ ഇതിന് ചെലവ് വരുന്നു, $1 ബില്യൺ ചെലവ് വരുന്നു. അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ ഇതിന് പ്രതിരോധ സംവിധാനങ്ങൾ മിലിറ്ററി സംവിധാനങ്ങളെ കേന്ദ്രീകരിച്ച് മാത്രം നടത്തേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. അപ്പോൾ അത് ഗുരുതരമായിരിക്കും. അപ്പോഴാണ് ഇറാന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുക. അത് വളരെ ഗുരുതരമായ ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് നടക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തും. ആദ്യഘട്ട ആക്രമണത്തിൽ ഇവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ കുറച്ചുകൊണ്ടേ വരിക. താരതമ്യേന ദുർബലമായ ആക്രമണങ്ങളാണ് ഇത്രയും ദിവസം ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുന്നു. വലിയ നാശനഷ്ടങ്ങൾ തെൽഅവീവിലും ഹൈഫയിലും ജെറൂസലേമിലും കാരിയത് ഷമാനയിലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് തെക്കൻ ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ ലക്ഷ്യം നേടുന്നു. ഇതൊക്കെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി ഈ ദിവസങ്ങളിലെ ഈ ആക്രമണങ്ങൾക്ക് ശേഷം ഇറാൻ രണ്ടാം ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. ഇപ്പോഴും ഇറാൻ എന്താണ് വ്യക്തമാക്കിയിട്ടുള്ളത്? ഞങ്ങൾ നിലവിൽ ഉപയോഗിച്ചിട്ടുള്ള മിസൈലുകൾ എന്നുള്ളത് 2010-നും 2014-നും ഇടയിൽ നിർമ്മിച്ചിട്ടുള്ളവയാണ്. അഥവാ ഇപ്പോൾ നമ്മൾ കണ്ട ഈ ഇറാനിയൻ മിസൈലുകൾ എന്നുള്ളത് 2010-നും 2014-നും ഇടയിൽ നിർമ്മിച്ചിട്ടുള്ള മിസൈലുകളാണ്. ഇനി വരാൻ പോകുന്നത് 2014 മുതൽ ഇങ്ങോട്ടുള്ള 2024-ലേക്ക് എത്തുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മിസൈലുകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിന്റെ വീര്യവും അതിന്റെ ടെക്നിക്കൽ പരമായിട്ടുള്ള പ്രഹരശേഷിയും ഒക്കെ ഇനിയും കൂടുതലായിരിക്കും. അഥവാ ഇനിയുള്ള ആക്രമണങ്ങൾക്ക് കാഠിന്യം കൂടുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ ഖേദിക്കേണ്ടി വരുമെന്ന് ഇറാൻ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഇസ്രായേലിന്റെ പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രതിരോധ വിശകലനം നടത്തുന്ന ഒരാൾ പറഞ്ഞത് വലിയ അബദ്ധമാണ് അമേരിക്ക ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് എന്നതാണ്. കാരണം അമേരിക്ക എന്താണ് ചെയ്യുന്നത്? അമേരിക്ക ഈ ആക്രമണം ഇസ്രായേലിന് വേണ്ടി അവിടെ നടത്തുമ്പോൾ ഒരു പദ്ധതി ഉണ്ടായിരിക്കണമല്ലോ, സ്വാഭാവികമായിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടായിരിക്കണം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന്. അങ്ങനെയുള്ള ഒരു പദ്ധതി ഇല്ലാത്ത ആക്രമണം നടത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഇറാനിയൻ പ്രതികരണങ്ങളെ നേരിടാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ തെക്കൻ ലെബനനിൽ നിന്ന് നോക്കൂ, അവിടെ ഹിസ്ബുള്ള കഴിഞ്ഞ ഒരു യുദ്ധത്തിന് ശേഷം ക്ഷീണിച്ചു എന്നാണ് പറയുന്നത്. ഹസൻ നസ്രുള്ള അടക്കം കഴിഞ്ഞ ഈ ആക്രമണങ്ങൾക്കിടയിൽ ഇസ്രായേലിന് കൊലപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം അവിടെ കരയാക്രമണം നടത്തുമ്പോൾ ഇസ്രായേലിന്റെ മന്ത്രിയുടെ മകന് തന്നെ പരിക്കേൽക്കുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. അവിടെ കൂടുതൽ കാഷ്വാലിറ്റികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇവിടെ വ്യോമാക്രമണം തുടർന്നുകൊണ്ട് ഹിസ്ബുള്ളയെ പിൻവലിപ്പിക്കാമെന്നാണ് ഇസ്രായേൽ വിചാരിക്കുന്നത്. പക്ഷെ അവിടെ വ്യക്തമായ കെണിയൊരുക്കിക്കൊണ്ട് നേരത്തെ തന്നെ ഈ ഇവരുടെ ആക്രമണങ്ങളെ ഹിസ്ബുള്ള അവരുടേതായ ഐഡിയകൾ, അവരുടേതായ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് നേരിട്ട് കൊണ്ടിരുന്നത്. നിരന്തരമായിട്ട് ഇസ്രായേലുമായിട്ട് സംഘർഷത്തിൽ ഏർപ്പെടുന്ന, യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്ന, നിരന്തരമായ യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഒരു കക്ഷിയാണ്, അല്ലെങ്കിൽ ഒരു പോരാട്ട പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ഇറാന്റെ പ്രോക്സിയാണ് എന്നൊക്കെ പറയുന്ന ഹിസ്ബുള്ള. അപ്പോൾ ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധങ്ങൾ എന്നുള്ളത് അത് ഇസ്രായേലിനെ ശരിക്കും വിറപ്പിച്ചിട്ടുണ്ട്. കാരണം കരയാക്രമണത്തിലൂടെ ലെബനൻ കീഴടക്കിയുള്ള ഒരു അധികാര സ്ഥാപനമാണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് സാധ്യമല്ലാത്ത റിസൾട്ടുകളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇവിടെ പതിയിരുന്നുള്ള ആക്രമണം അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് ആക്രമണം നമ്മൾ കാണുമ്പോൾ നിശ്ചലമായ സാധാരണമായ പ്രദേശമാണെന്ന് കരുതുകയും അവിടത്തേക്ക് കടക്കുകയുമാണ് ചെയ്യുക. പക്ഷേ ഭൂമിയിൽ അടിയിൽ നിന്നുകൊണ്ട്, അത്തരം തുരങ്കങ്ങളിൽ നിന്നുകൊണ്ട് ഹിസ്ബുള്ളയുടെ ആളുകൾ സൈനികമായി തിരിച്ചടിക്കുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ഈ ഗൈഡ് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് മെർക്കോവ ടാങ്കുകളെ തകർക്കുകയുമാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ പരിക്കേറ്റ ഇസ്രായേലി സൈനികരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇസ്രായേലി ഹെലികോപ്റ്ററുകൾ അവിടേക്ക് പോകും. പക്ഷെ അങ്ങനെ പോയ ഹെലികോപ്റ്ററുകളെ പോലും ഹിസ്ബുള്ള ലക്ഷ്യം വെച്ചു എന്നാണ് പറയുന്നത്. ഹിസ്ബുള്ള അതിനെ പോലും പിന്തിരിപ്പിക്കുന്ന അവസ്ഥയുണ്ടായി. പിന്നീട് നിരന്തരമായ വ്യോമാക്രമണങ്ങൾ നടത്തിയാണ് ഈ പ്രതിസന്ധിയെ ഇസ്രായേൽ ഈ പ്രശ്നത്തിൽ നിന്നും ഇസ്രായേൽ രക്ഷപ്പെട്ടത്. ചില ഇസ്രായേലി സൈനികരെ ഹിസ്ബുള്ളയുടെ കസ്റ്റഡിയിലാണോ എന്ന് അറിഞ്ഞുകൂടാ, അങ്ങനെയും വരുന്നുണ്ട് വാർത്തകൾ. അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഏതായാലും ഈ യുദ്ധമുഖത്ത് ഇസ്രായേൽ വളരെ വലിയൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ്.
ആ പ്രതിസന്ധിയെ മറികടക്കാനുള്ള സാഹചര്യങ്ങൾ ഒരു ദിവസം എങ്ങനെ ഉണ്ടാക്കുമെന്ന് അറിഞ്ഞുകൂടാ. സ്വാഭാവികമായിട്ടും നിരന്തരമായിട്ടുള്ള അയൺ ഡോം, താഡ്, പാട്രിയറ്റ് മിസൈൽ സംവിധാനങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ ചെലവാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. അമേരിക്കൻ പിന്തുണ നിരന്തരമായി ഉണ്ടാകുമ്പോൾ പോലും ഈ ചെലവ് എന്നുള്ളത് വളരെ വലുതാണ്. ഇപ്പോൾ രണ്ടാം ഘട്ട ആക്രമണങ്ങൾ, ഒന്നാം ഘട്ട ആക്രമണത്തിലെ ഈ പ്രതിരോധ സംവിധാനങ്ങളെ നിശ്ചലമാക്കിക്കൊണ്ട് രണ്ടാം ഘട്ട ആക്രമണങ്ങളിലേക്ക് ഈ ഇറാൻ കടന്നാൽ അത് വലിയ നാശനഷ്ടങ്ങൾ ഇസ്രായേലിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല.